ഹായ് ഫ്രണ്ട്സ്, വന്നു നമ്മുടെ LSCD അസിസ്റ്റന്റ് എഞ്ചിനീയർ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കാത്തിരിക്കുന്നതാണ്. ഒരു ബിടെക് സിവിൽ കഴിഞ്ഞ ഒരാൾക്ക് കേരളത്തിൽ നമ്മുടെ PSC അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലോട്ട് ഏറ്റവും കൂടുതൽ വാക്കൻസികൾ ഓഫർ ചെയ്യുന്ന ഒരു പോസ്റ്റാണ്. ഒരുപാട് ആളുകൾ കുറെ വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. ഒരുപാട് ഒഴിവുകൾ നമുക്ക് അഡ്വൈസുകളൊക്കെ വരുന്ന LSCD അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന നമ്മൾ കുറെ കാലമായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഡിസംബർ 31 വരുന്ന ഗസറ്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതുവരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാതെ ഇനിയുള്ള നമുക്കിപ്പോ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ അറൌണ്ട് 8 മാസമായിരിക്കും നമുക്ക് എക്സാമിന് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഈ ഒരു 8 മാസത്തിൽ നിങ്ങൾക്ക് ഇന്റൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 8 മാസം പ്രിപ്പയർ ചെയ്തുകൊണ്ട് ആ വരാൻ പോകുന്ന എക്സാംസിൽ നല്ലൊരു റാങ്ക് വാങ്ങണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരാം. നമ്മുടെ കോഴിക്കോട് ക്യാമ്പസിൽ വെച്ചിട്ട്, സൈലം ക്യാമ്പസിൽ വെച്ചിട്ട് ഈ വരുന്ന ജനുവരി 20 ആരംഭിക്കുന്ന LSCD ഓഫ്ലൈൻ ബാച്ച്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം ഓൺലൈൻ ബാച്ച് പോലെയല്ല, ഓഫ്ലൈൻ ബാച്ചസുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ നിങ്ങളെ ക്ലാസ്സിൽ ഇരുന്ന് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് ക്ലാസ് റൂമുകളിൽ തന്നെ അവൈലബിൾ ആകുന്നു. അവിടെ ഇന്ന് തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നു, എക്സാംസുകൾ എഴുതിപ്പിക്കുന്നു. അപ്പൊ ഈ ഒരു 8 മാസം എന്ന് പറയുന്നതാണ് നമ്മുടെ മുന്നിലുള്ള LSCD നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുള്ള ഈ ഒരു 8 മാസമാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ടൈം എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു 8 മാസം വളരെ ഇന്റൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് എന്താണ്? LSCD എക്സാം ക്രാക്ക് ചെയ്യാൻ ധാരാളമാണ്. നല്ലൊരു റാങ്ക് നമുക്ക് എന്ത് ചെയ്യാം? നേടിയെടുക്കാം. അപ്പോ ജനുവരി 20 തുടങ്ങുന്ന ഓഫ്ലൈൻ ബാച്ചസിന്റെ കുറച്ച് ഡീറ്റെയിൽസുകളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, നമുക്ക് 15ന്റെ അടുത്ത് നമുക്ക് 15ഓളം സബ്ജക്റ്റുകളാണ് നമുക്ക് എന്ത് വരുന്നത് ഈ ഒരു AE എക്സാമിന്റെ സിലബസിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ഓൾമോസ്റ്റ് എല്ലാ സിലബസിലും ഈക്വൽ വെയിറ്റേജ് ആണ്. 1-2 സബ്ജക്റ്റുകൾക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും ഏകദേശം മെയിൻ കോർ സബ്ജക്റ്റുകൾക്കൊക്കെ നമുക്ക് എന്താണ് ഈക്വൽ വെയിറ്റേജ് ആണ്. അതുപോലെ തന്നെ AE എക്സാംസുകളുടെ പാറ്റേണുകൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു പോയിന്റ് പോലും ലീവ് ചെയ്യാതെ വളരെ ബേസിക്സ് എന്ന് തുടങ്ങിയിട്ട് ആ ഒരു എന്താണ് പറയുന്നത് AE ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്ന ആ ഒരു ലെവൽ വരെ നമുക്ക് എന്ത് ചെയ്യണം? പഠിച്ചെടുക്കല് വേണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മികച്ച ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഒരു AE എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് മികച്ച ക്ലാസ്സുകൾ എന്ന് പറയുന്നത് എന്തായാലും നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ്. സോ ഇതാ നിങ്ങൾക്ക് ആ കാര്യത്തിൽ നിങ്ങൾക്കറിയാം 100% അതിനപ്പുറമുള്ള ഗ്യാരണ്ടിയാണ് സൈലം ടെക്നിക്കൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും മികച്ച ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഈ വരുന്ന ഓഫ്ലൈൻ ബാച്ചസുകൾ. ആദർ സാറും, നിഖിൽ സാറും, അസ്ലമിസും, മേഘ്നമിസും ഞാനൊക്കെ അടങ്ങിയിട്ടുള്ള മികച്ച ഫാക്കൾട്ടീസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള കൺഫ്യൂഷൻസുകളോ ടെൻഷനുകളോ വേണ്ട. നമ്മൾ ഈ ക്ലാസ്സിന്റെ ഡ്യൂറേഷൻസുകൾ, കാര്യങ്ങൾ, ഡീറ്റെയിൽസുകളാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ സാധാരണ AE ഓഫ്ലൈൻ ബാച്ചസുകൾ എന്ന് പറഞ്ഞാൽ 10 മാസമാണ്. പക്ഷെ നമുക്ക് 8 മാസത്തിനുള്ളിൽ എക്സാം വരാം എന്നുള്ളൊരു സാധ്യത കൊണ്ട് തന്നെ 8 മാസമാണ് ഈ ഒരു ബാച്ചിന്റെ ഡ്യൂറേഷൻ. അതായത് നിങ്ങൾക്ക് 7 മന്ത് കൊണ്ട് ഏകദേശം കംപ്ലീറ്റ് സിലബസുകൾ നമ്മൾ തീർത്തുകൊണ്ട് ബാക്കി എത്ര സമയമാണോ നമുക്ക് LSCDക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ സമയം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റിവിഷൻ ആൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യാണ്. കാരണം അതും ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസ്സുകൾ കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്യാന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് AE പോലുള്ള ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം റിവൈസ് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യണം, മാക്സിമം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഡിസ്കഷന്, ടെസ്റ്റുകൾ, അതുപോലെ റിവിഷൻ എന്നുള്ള പരിപാടികൾ നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 5 to 6 മണിക്കൂറാണ് ഒരു ദിവസം ക്ലാസ് വരുന്നത്, മോർണിംഗ് ടു ഈവനിങ്. കാരണം നമുക്ക് അത്രത്തോളം പഠിക്കാനുണ്ട് AE എക്സാമിന്. അതുപോലെ നമുക്ക് ഏകദേശം 5 ദിവസമായിട്ട് നമുക്ക് എന്ത് വരുന്നത് ഒരു പെർ വീക്കില് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരുന്നത്. സോ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടുള്ള അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ കൂടുതൽ പഠിക്കാൻ ഓൺലൈൻ ആയിട്ടുള്ള നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഞാൻ പറഞ്ഞു, ക്ലാസ്സുകളുടെ കേസുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് നിങ്ങളുടെ കാര്യങ്ങൾ, എക്സാംസുകൾ നടത്താനും നിങ്ങളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്ത് കൺസേണുകൾ, ബാച്ചുകളെ കുറിച്ചോ ക്ലാസ്സുകളെ കുറിച്ചോ നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാവും. സോ സ്റ്റഡി മെറ്റീരിയൽസുകൾ, അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റുകളിലും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇന്റൻസീവ് വർക്ക്ഔട്ട് സെഷനുകൾ റെഗുലർ ആയിട്ടുള്ള എല്ലാ ദിവസവും നിങ്ങൾക്ക് നമ്മൾ ആഴ്ചയിൽ 5 ദിവസം ക്ലാസ്സിൽ 5 ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ചിലപ്പോൾ അത് ഡെമോ ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ് ആവാം, ഓരോ ടോപ്പിക് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക് ടെസ്റ്റുകളാവാം, സബ്ജക്റ്റുകൾ കഴിഞ്ഞാലുള്ള സബ്ജക്ട് ടെസ്റ്റുകളാവാം, റിവിഷൻ ടെസ്റ്റുകളാവാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം മോക്ക് ടെസ്റ്റുകളാവാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ദിവസവും നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ എഴുതി നമ്മൾ ഈ ഒരു കോഴ്സ് കഴിയുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? PSCയുടെ എക്സാം പേപ്പറും കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് ടെസ്റ്റ് എഴുതി നമുക്ക് ആ കിട്ടിയ എക്സ്പീരിയൻസ് പോലെ നമുക്ക് എന്ത് ചെയ്യണം? അത്രയും സിമ്പിൾ ആയിട്ട്, ടെൻഷൻ ഇല്ലാതെ, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എക്സാം എഴുതാൻ പറ്റണം. അതാണ് നമ്മൾ ഏറ്റവും എന്ത് ചെയ്യാം ടെസ്റ്റിന് എത്രത്തോളം നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുകൾ, ക്ലാസ്സിന്റെ കൂടെ അല്ലാതെ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസുകൾ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ക്ലാസ്സുകൾ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ ഈ ഒരു ബാച്ച് വഴി പരിചയപ്പെടുക. അതുപോലെ എന്ത് ചെയ്യുക? മാക്സിമം ടെസ്റ്റുകൾ എഴുതുക. അങ്ങനെ ഈ വരാൻ പോകുന്ന LSCD AE എക്സാമിന് നമ്മൾ ഉദ്ദേശിച്ച നല്ലൊരു റാങ്ക് അല്ലെ ഈ ഒരു പുതുവർഷത്തിൽ തന്നെ നമ്മൾ പഠിച്ച ഫീൽഡിൽ നമ്മൾ ബിടെക് സിവിൽ കഴിഞ്ഞതാണ്. നമുക്ക് ആ ഒരു ബിടെക് സിവിൽ തന്നെ
അല്ലെ ബിടെക് സിവിലിൽ തന്നെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് കയറി തുടക്കത്തിൽ തന്നെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ നല്ലൊരു എന്താണ് പേയ്മെന്റ് സാലറി കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് അതൊരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആണ് നമ്മുടെ കരിയറിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഇരുന്ന് പഠിക്കുക 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 പഠിക്കുക. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ വരുന്ന ഡേറ്റ് മറക്കണ്ട, ജനുവരി 20-നാണ് കോഴിക്കോട് ക്യാമ്പസിൽ വെച്ചിട്ട് പുതിയ ഓഫ്ലൈൻ ബാച്ച് സൈലം ടെക്നിക്കൽ ആരംഭിക്കുന്നത്. അപ്പോ അതിന്റെ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഈ ഒരു കുറഞ്ഞ ഫീസിൽ 25,000 എന്ന് പറയുന്ന ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് ഈ ഒരു 8 മാസം 10 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ലെവൽ ഓഫ്ലൈൻ ബാച്ചസുകൾ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും അവൈലബിൾ ആണോ നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച ക്ലാസ് എന്നുള്ളതാണ് നമ്മുടെ സൈലത്തിന്റെ മോട്ടോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസുകൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് ക്ലാസ്സുകളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾക്ക് ഈ ഒരു നമ്പറിൽ 995-100-800 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞേ മറക്കണ്ട, നമ്മൾ പഠിച്ച ഈ ഒരു ഫീൽഡിൽ തന്നെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകുക എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇതാണ് കറക്റ്റ് സമയം. നമ്മുടെ LSTD നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകളിലോട്ടുള്ള എക്സാംസുകളുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നമ്മൾ ഈ പറയുന്ന LSTD എക്സാമിൽ തന്നെ മികച്ച റാങ്ക് കരസ്ഥമാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു 2025-26 തന്നെ ഗവൺമെന്റ് ജോലി കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.